എംപിയുടെ വിജയത്തിൽ നിർണായക സ്വാധീനം ശബരിമല പ്രക്ഷോഭത്തിനുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ അങ്ങനെയൊരു സാഹചര്യം നിലവിലില്ല. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ എംപിയുടെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുമോ? ഒരിക്കലുമില്ല. ശബരിമല നമ്മൾ ഒരിക്കലും തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ ആയുധമാക്കിയിട്ടില്ല. ശബരിമല കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ പാർലമെൻറ്റ് നിങ്ങൾ സഭാരേഖകൾ പരിശോധിച്ചാൽ അറിയാം, ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരുപാട് തവണ പാർലമെൻറ്റിൽ ചർച്ച ചെയ്തതാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശബരിമല അദ്ദേഹം പറഞ്ഞിരുന്നുണ്ട്, സന്ദർശിക്കണമെന്ന് അദ്ദേഹത്തോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശബരിമലയെ സംബന്ധിച്ച് ശബരിമലയിലെ തീർത്ഥാടകർക്ക് വേണ്ടിയാണ് തിരുപ്പതി ട്രെയിൻ പോലും നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തത്. ശബരിമലയ്ക്ക് വേണ്ടിയാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ ഇത്രയേറെ ഡെവലപ്പ് ചെയ്തത്. എൻ്റെ ഒരൊറ്റ ചോദ്യം, ശബരിമലയിൽ എന്തുമായിരുന്നു സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ വിഷയം. അന്ന് ഇവിടെ ഇടതുപക്ഷ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി വലിയ പ്രചരണം നടത്തി. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മനുഷ്യമതിൽ നാഷണൽ ഹൈവേ നടത്തി. എന്തിനാ? സ്ത്രീകളെ കയറ്റാൻ വേണ്ടി. ആ വനിതാ മതിലിൽ കൈകോർത്ത ആളാണ് ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. ആ വനിതാ മതിൽ കൈകോർത്ത ആളാണ് ഇപ്പോൾ BJP ആണെങ്കിലും അന്ന് കൈകോർത്ത ആളാണ് ബൈജു കലാശാല. ഇവർ രണ്ടുപേരും ശബരിമലയിൽ സ്ത്രീകൾ കയറണം എന്ന ഒരു നിലപാടെടുത്ത് നിൽക്കുന്നവരാണ്. പക്ഷേ അന്നും ഇവിടുത്തെ വിശ്വാസികളോടൊപ്പം ആ വിശ്വാസികൾക്ക് വേണ്ടി ശബരിമലയുടെ ചരിത്രവും ശബരിമലയുടെ പവിത്രതയും നിലനിർത്തണം, അതുകൊണ്ട് അത്തരത്തിലൊരു നടപടി സ്വീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ടതാണ്. പമ്പ ആക്ഷൻ പ്ലാൻ പൈസ അനുവദിച്ചാണ്, 500 കോടിയിൽ പരം രൂപ അനുവദിച്ചു. ഇതേവരെ പമ്പ ആക്ഷൻ പ്ലാൻ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് പണിയെടുക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. നിലയ്ക്കൽ നിങ്ങളറിയാം, നിലയ്ക്കൽ ഈ അടുത്ത കാലത്താണ് ഏറ്റവും കൂടുതൽ ഹെക്ടർ സ്ഥലം വനംവകുപ്പിൽ നിന്നും അവിടെ പാർക്കിങ്ങിന് വേണ്ടി കൊടുത്തു. ഇവർ ശബരിമലയുമായി ബന്ധപ്പെട്ട വികസനത്തിന് ഈ സർക്കാർ എന്ത് ചെയ്യുന്നു? ശബരിമലയുടെ പവിത്രത നഷ്ടപ്പെടുത്താൻ, ശബരിമലയുടെ ആ ഒരു വിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയാണ് ഇടത് ഗവൺമെൻറ് നിൽക്കുന്നത്. അപ്പോൾ ശബരിമല ഞങ്ങൾ വോട്ട് പിടിക്കുന്ന പണ്ടും പിടിച്ചിട്ടില്ല, ഇപ്പോഴും പിടിച്ചിട്ടില്ല. പക്ഷേ ശബരിമലയിലെ എല്ലാ വർഷവും മകരവിളക്കിന് പോയി അവിടെ പോയി തൊഴുന്ന ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എന്നും ശബരിമലയോടൊപ്പം നിൽക്കുന്ന ആളാണ് കൊടിക്കുന്നിൽ സുരേഷ്. ശബരിമലയ്ക്ക് വേണ്ടി നാളെയും ചെയ്യും. ഇനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എവിടെയൊക്കെ ഉണ്ടോ അന്നും അദ്ദേഹം അത് ചെയ്തായിരിക്കും. പക്ഷേ NDA പ്രതിനിധി മറുപടി പറയേണ്ട ഒരു ഗുരുതരമായ ആരോപണമാണ് വനിതാ മതിൽ കൈകോർത്ത ആളാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി. വനിതാ മതിലിന് കൈകോർത്തൊന്നും എനിക്ക് അറിയില്ല, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു, DCCയുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം മാവേലിക്കര അസംബ്ലിയിലെ സ്ഥാനാർത്ഥിയായിരുന്നു. വളരെ തുച്ഛമായ വോട്ടിന് അവിടെ പരാജയപ്പെട്ട ഒരാളാണ് ബൈജു കലാശാല. ആ ബൈജു കലാശാലയെ ഒതുക്കിയത്, അല്ലെങ്കിൽ അദ്ദേഹം വളർന്നു വന്നാൽ എനിക്ക് പണിയാകൂ എന്ന് കൊടുക്കുന്ന സുരേഷ് MPക്ക് അറിയാമായിരുന്നു. അദ്ദേഹം ഇവിടെ വളർന്നു വന്നാൽ ഈ MP സ്ഥാനം വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഏറ്റവും മികച്ച ഒരു പൊതുപ്രവർത്തകനാണ് ബൈജു കലാശാല. അദ്ദേഹത്തെ ഇല്ലാതാക്കിയതാണ്. അദ്ദേഹത്തെ അവിടെ ഇടതുപക്ഷവുമായി ചേർന്നുകൊണ്ട് സ്വന്തം പാർട്ടിയിലുള്ള ഒരു നേതാവിനെ അവിടെ അയാൾക്ക് വെല്ലുവിളിയാകുമെന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹത്തെ തോൽപ്പിച്ച വ്യക്തിയാണ് ഈ കൊടുക്കുന്ന സുരേഷ് MP. മനസ്സിലായില്ലേ? അപ്പോൾ ബൈജു കലാശാല തികച്ചും നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം നേരത്തെയാണ് DCCയിലായിരുന്നു, ഡിസ്ട്രിക്ട് കമ്മിറ്റിയിലായിരുന്നു കോൺഗ്രസിൻ്റെ. ഇപ്പോഴാണ് NDAയിലോട്ട് വന്നിട്ടുള്ളത്. മനസ്സിലായി? അപ്പോൾ അതിന് NDAയിലോട്ട് വന്ന ശേഷമുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അത് നല്ലൊരു പൊതുപ്രവർത്തകനാണ്. BJPയെ സംബന്ധിച്ച് അവരുടെ പാർട്ടിക്കാർക്ക് സീറ്റ് കൊടുക്കുന്നത് ഇതേപോലെ ദത്തെടുക്കുന്നവർക്ക് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സീറ്റ് കൊടുക്കുന്നത്? അത് നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങളുടെ പാർട്ടിയിലോട്ട് വരുന്നവർക്ക് നിങ്ങൾ ഒന്നും കൊടുക്കാറില്ലേ? ഞങ്ങൾക്ക് ആദ്യ മര്യാദ നല്ലതുപോലെ നോക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ വരുന്നവരെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യും. അവരെ ഞങ്ങളുടെ കടമയാണ്. ഞങ്ങളുടെ പാർട്ടിയിലുള്ളവർക്ക് അതിന് പരാതിയില്ലല്ലോ. നിങ്ങൾക്ക് അത് പരാതി, ഞങ്ങൾക്ക് പരാതിയില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയിലോട്ട് ഇപ്പൊ പത്മജ വേണുഗോപാൽ വന്നു, നാളെ ചിലപ്പോൾ സ്ഥാനാർത്ഥിയാവും. കോൺഗ്രസിൽ എനിക്ക് ഹരിയാണ അടക്കം BJP വരാനുള്ളവരാണ്. ഞങ്ങൾ സ്വീകരിക്കും. അധികാരം പോയതല്ല ഞങ്ങൾ BJP. ഒരു മെമ്പർ ഉണ്ടാവാൻ പ്രതീക്ഷിച്ച് വന്നവരല്ല BJP. വ്യക്തമായല്ലോ. ഇത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന ഞങ്ങൾ ഉന്നയിക്കുന്ന വാദം തന്നെയാണ്. കേരളത്തിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചു പോയി. ഞാൻ പറയാം, ശബരിമല വിഷയം പറയാം, അതിന് വിളിച്ചോടുന്ന ആളൊന്നുമല്ലേ. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ടിക്കറ്റിൽ കേരളത്തിൽ നിന്നടക്കം മത്സരിച്ച് ജയിച്ച് അവിടെ ചെന്നാൽ, അല്ല ജയിച്ച് ചെന്നാൽ ഇൻ കേസ് എങ്ങാനും ജയിച്ചു എന്നുള്ള ചരിത്രം വെച്ചാൽ ഞാൻ പറയുന്നത്, അവർ കോൺഗ്രസ്സിൽ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പ് ഇവർക്ക് ആർക്കും പറയാൻ കഴിയില്ല. അത് ഏത് സമയം BJPയിലേക്ക് മാറാം. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെളിവ് നമ്മുടെ മുമ്പിൽ. ഇപ്പം ഈ പറഞ്ഞ NDA സ്ഥാനാർത്ഥിയെ ഉൾപ്പെടെ ബൈജു കലാശാല ഈ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നതിന് 2 ആഴ്ച മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൻ്റെ കവർ ഫോട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ശ്രീ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ തോളത്തൂടെ കൈയിട്ടിരിക്കുന്ന പടമായിരുന്നു. അപ്പോൾ നേരത്തെ ഞങ്ങൾ രാഷ്ട്രീയമായി ഉന്നയിക്കുമായിരുന്നു, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇപ്പം അത് മാറി. ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ തന്നെ BJP ആയി മാറുക നമ്മുടെ മുമ്പിൽ, സൂര്യനെ പോലെ നിൽക്കുക. അതുകൊണ്ട് അതോടെ ആയിക്കട്ടെ. പിന്നെ അദ്ദേഹം ശബരിമലയും വനിതാ മതിലും ഒക്കെ ധീരസഖാവിന്റെ ഏറ്റവും കൂടുതൽ മുദ്രാവാക്യം വിനോദ് ഉൾപ്പെടെ വിളിച്ച രാജശ്രീ രാജേന്ദ്രൻ CPIയുടെ നേതാവായിരുന്നു. രാജേന്ദ്രൻ
അവരെങ്ങാണ്ട് ഒരു കരീപ്ര പഞ്ചായത്ത് ഒരു പഞ്ചായത്തിലെങ്ങാണ്ട് മത്സരിച്ച് അവിടുന്ന് ജില്ലാ പഞ്ചായത്ത് എങ്ങാണ്ട് മത്സരിച്ച് നേതാവോ പാർട്ടിയുടെ ബൈജു മാവേലിക്കരയിൽ കഴിഞ്ഞ തവണ അരുണിനെതിരെ മത്സരിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അരുണിനെതിരെ മത്സരിച്ച ആളാണ് നിങ്ങൾ നോക്കി. ഞാൻ പറഞ്ഞ അരുണിനെതിരെ മത്സരിച്ചെന്നാ പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയുന്നത് ബിജെപിയിലോട്ട് ആൾക്കാർ വരുന്നത് മറ്റൊന്നിനുമല്ല, നരേന്ദ്രമോദിയുടെ വികസന പ്രഭാവം. നരേന്ദ്രമോദി. ഞാൻ കേരളത്തിലെ കാര്യം പറയുമ്പോൾ രാഷ്ട്രീയ പാപരത്വം കോൺഗ്രസിന്റെ പറയാൻ നോക്കൂ. കോൺഗ്രസിനെ കേരളത്തിൽ നയിച്ച അല്ലെ കോൺഗ്രസിനെ കേരളത്തിൽ നിർമ്മിച്ച കോൺഗ്രസ് സംവിധാനത്തിന് എല്ലാ ചോരയും നീര് ഒഴുക്കിയ രണ്ട് മഹാരഥന്മാരായ നേതാക്കന്മാരായിരുന്നു, സമാരഥരായ നേതാക്കന്മാരായിരുന്നു ലീഡർ ശ്രീ കെ കരുണാകരനും ശ്രീ എ കെ ആന്റണിയും. അവരുടെ രണ്ട് മക്കളാണ് പോയി. ഒരാളിപ്പോൾ BJP കാൻഡിഡേറ്റായി പത്തനംതിട്ട മത്സരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത്രയും ദേശീയ അടിസ്ഥാനത്തിൽ MP-മാരും മുൻ മുഖ്യമന്ത്രിമാരും MLA-മാരും എല്ലാം പോകുന്നിടത്താണ് ഒരു ജില്ലാ പഞ്ചായത്ത്. ഞാൻ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെന്ന്, ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വരുന്നതിന് മുമ്പ് അവർ പോയി. അത് പോട്ടെ, അല്ലാതെ ഒരാളുടെ പേര് CPI നേതാവിന്റെ പേര് പറയല്ല, പോട്ടെ. അന്നേരമാണ് ഇത്രയും മഹാരഥന്മാരായ നേതാക്കന്മാർ നിൽക്കുമ്പോഴാണ് ജില്ലാ പഞ്ചായത്തിനെ കണ്ട് മത്സരിച്ച് CPI നിന്ന് ഒഴിവായി നിന്ന് ഒരാൾ ഏതോ ഒന്നിന് പോയെന്ന് കൊണ്ട് പറയുന്നത്. അത് പോട്ടെ, ഡോക്ടർ മനോജ് അത് CPM-ന്റെ. അതിപ്പോ അല്ല, ഡോക്ടർ മനോജ് ഞാൻ ഒരാൾ അത് ഡോക്ടർ മനോജ് മുഖ്യമന്ത്രി ഡോക്ടർ മനോജ് എവിടെയെങ്കിലും MP ആയിട്ടുണ്ടോ? ഡോക്ടർ മനോജ് അല്ല, ഞാൻ അല്ല ശബരിമല വിഷയം പറഞ്ഞല്ലോ. ആദ്യം ഈ സമരങ്ങൾ എന്തോന്ന് പഠിക്കണം. വനിതാ മതിൽ കൈകോർത്ത ആളെന്നാ പറഞ്ഞത്. വനിതാ മതിൽ എന്തായാലും ഞങ്ങൾ പുരുഷന്മാരും പോയിട്ടില്ല, ഞങ്ങൾ കൈകോർക്കാൻ പോയിട്ടില്ല. വനിതാ മതിൽ ഞങ്ങൾ എന്തിനാ പറയുന്നത്? വനിതാ മതിൽ ഞങ്ങൾ പോയിട്ടില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശബരിമല ഉപയോഗിച്ച് വോട്ട് മേടിച്ചില്ല എന്ന് കോൺഗ്രസിന്റെയും BJP-യുടെ ആളുകളൊക്കെ പറഞ്ഞാൽ ഇവിടെ ആ കാലത്ത് ഇവിടെ നടന്ന രാഷ്ട്രീയ പൊറോട്ട് നാടകങ്ങളെല്ലാം കേരളത്തിന് മുമ്പിൽ ഇപ്പോഴും നിൽപ്പുണ്ട്. എന്തോ ആയിരുന്നു എന്നുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഭരണ സംവിധാനത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ഭരണഘടനാപരമായ ബെഞ്ച് വിധിച്ചൊരു വിധിയാണ്. അല്ലാതെ കേരളത്തിലെ LDF ഗവൺമെൻറ് തീരുമാനിച്ചതല്ല. അവിടെ ശബരിമല അത് കേസ് കൊടുത്ത ആരായിരുന്നു? BJP-യുടെ നേതാക്കന്മാർ, BJP-യുടെ വനിതാ നേതാക്കന്മാരാണ് അവിടെ കേസ് കൊടുത്തത്. ആ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തത്. അതെല്ലാം രാഷ്ട്രീയ നാടകങ്ങൾ കേരളം ഒരുപാട് ചർച്ച ചെയ്യും. ഞാനതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് കേരളത്തിൽ വന്നു. അത് നടപ്പിലാക്കാൻ കേരളത്തിലെ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. അത് നടപ്പിലാക്കിയില്ലെങ്കിൽ ഇവർ തന്നെ പറയും. ആദ്യം അതിനെ അനുകൂലിച്ച ആളാണ് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കിടപ്പുണ്ടായിരുന്നു. ശബരിമലയിൽ ഈ പ്രായത്തിൽപ്പെട്ടവരെയൊക്കെ കിടപ്പുണ്ട്. അത് പിന്നീട് ഡിലേറ്റ് ചെയ്ത് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അത് നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഭരണഘടനാപരമായി വന്ന ബാധ്യതയാണ്. ഈ കേരളത്തിലെ അല്ല രാജ്യത്തെ ആയിരുന്നാലും വിശ്വാസത്തെ ഹനിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാത്ത പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ഇന്ത്യയുടെ ഭരണഘടന വരെ തന്നെ മുൻപോട്ട് വെക്കുന്നത് ഏത് മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ഒരു പൗരന് തന്നപ്പോൾ അതിന് അനുരോധമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതുകൊണ്ട് കേരളത്തിലെ ഒരു മതവികാരത്തെയോ ഒരു വിശ്വാസ സമൂഹത്തിന്റെ അവരുടെ വികാരത്തെയോ വ്രണപ്പെടുത്തുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം CIക്ക് ഇവിടെ കേരളത്തിൽ ഒരു രീതിയിൽ ബാധിക്കാത്ത വിഷയം എനിക്കിവിടെ ചോദ്യം ചോദിക്കാനുള്ളത്. ഇവിടെ ഒരു കരുവന്നൂരുണ്ട് കൊട്ടാരക്കര, അറിയാമോ? താമരക്കുടി സർവീസ് അവിടെ 14 കോടിയുടെ അഴിമതി വെട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. ഈ ധനകാര്യ മന്ത്രി അടക്കം വർഷങ്ങളായി വന്നവരെ കാണുക, ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് വിളി കാണുക, കൊടുക്കാം നാളെ കൊടുക്കാം ഇന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിച്ചതല്ല. അവിടെ ഒരു മനുഷ്യൻ മനം നൊന്ത് ഹൃദയാഘാതം വന്ന് മരണപ്പെട്ടു. നിരവധി കല്യാണങ്ങൾ മുടങ്ങി. കാരണം ഉള്ള ജീവിതത്തിന്റെ മിച്ചം കൊണ്ടുപോയിട്ടാണ്. ഈ അതിനെന്ത് നടപടി നിങ്ങൾ
സ്വതന്ത്രമായി അന്വേഷിക്കുന്ന ദേശീയ ആരും പോകില്ല. അന്വേഷണ സംഘമാണ് ഇഡി. അല്ല, അവരത് കൃത്യമായ തെളിവുകളുടെ തെളിവുകൾ അനീഷ് പറഞ്ഞു കരുവന്നൂരുമായി ബന്ധപ്പെട്ട് താമരക്കുടിയുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ആര് ചെയ്താലും തൃശ്ശൂര് ബി.ജെ.പിയുടെ സുഹൃത്ത് മനസ്സിലാക്കേണ്ട നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. കരുവന്നൂർ തിരിച്ച് നിക്ഷേപകർക്ക് പൈസ കൊടുത്തു. ആദ്യം ഉന്നയിച്ച കരുവന്നൂരാൾ ചെയ്യുന്നുണ്ട്. താമരക്കുടിയും അതുമായി ബന്ധപ്പെട്ട പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൈസകൾ നിക്ഷേപകർക്ക് വേണ്ടുന്ന പൈസ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇത് രണ്ട് പറഞ്ഞല്ലോ. ഈ കള്ളപ്പണം 2018 നവംബർ മാസം 8-ാം തീയതി രാത്രി 8 മണിക്ക് മോഡിജി വന്ന് മേരാ പ്യാര ദേശവാസി എന്ന് പറഞ്ഞ 1500 നോട്ട് നിരോധിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ കള്ളപ്പണം പിടിക്കാനാണല്ലോ. എവിടെ കള്ളപ്പണം പിടിച്ചേ? ആളുകളെ പിടിച്ചേ? നിങ്ങൾ പിടിച്ചത് ഗുജറാത്തിൽ നിങ്ങളുടെ നേതാവ് അമിത്ഷാ ഡയറക്ടറായ അഹമ്മദാബാദ് ബാങ്കിൽ അർബൻ ബാങ്കിൽ നിലനിൽക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പിടിച്ചേ. ഏതെങ്കിലും ഒരു ബാങ്ക് പറ. എവിടെ വിളിച്ചോടിയാ? ഞാൻ വ്യക്തമായി പറഞ്ഞേ. ആധികാരികമായി ബഹുമാനപ്പെട്ട കോടതി, എന്തൊരു ബഹുമാനമാണ് ഇവർക്ക് കോടതിയിലെ ജഡ്ജിമാരെ ചുംബെന്ന് വിളിച്ച നേതാക്കന്മാരെ LDF പറയുകയാണ് സുപ്രീം കോടതിയുടെ വിധി ഞങ്ങൾ പാലിച്ചെന്ന്. സുപ്രീം കോടതി വിധി അവിടെ അഴിക്കുന്നതിന് മുമ്പിട്ട് ഇവിടെ നടപടിയെടുത്തവരാണ് LDF നേതാക്കന്മാർ ശബരിമല വിഷയത്തിൽ. ഇവര് ഹൈക്കോടതി പറഞ്ഞിട്ട് എത്ര കേസ് ഇവര് CBI അന്വേഷിക്കാതിരിക്കുന്നു? വണ്ടി പെരിയാർ കേസ്, അട്ടപ്പാടി മധുവിന്റെ കേസ്, വാളയാറ്, ഈ കേസുകളൊക്കെ അന്വേഷിക്കേണ്ട, കേന്ദ്രസേന അന്വേഷിക്കേണ്ടതിന് വേണ്ടി ഹൈക്കോടതിയിൽ പോയി കോടിക്കണക്കിന് രൂപ നമ്മുടെ പണം ചെലവഴിച്ചവരാണ് പറയുന്നത്. കോടതി വിധിയെ കുറിച്ച് ഇവർ പറഞ്ഞത് തെറ്റാണ്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോ ഈ തെരഞ്ഞെടുപ്പില് കേന്ദ്രഭരണം മാത്രമല്ലോ സംസ്ഥാന സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ പറഞ്ഞത്. എവിടെങ്കിലും സപ്ലൈകോ സാധനങ്ങളുണ്ടോ? വിലക്കയറ്റം. പിന്നെ ചെറുപ്പക്കാരെങ്ങനെ വോട്ട് ചെയ്യും? ഒന്നീ MLA-മാരുടെ ഭാര്യമാരായിരിക്കണം, അല്ലെങ്കിൽ SFIയിലോ AISFയിലോ മെമ്പർഷിപ്പ് എടുത്തുള്ളവർക്ക് PSC ടെസ്റ്റ് പോലും എഴുതാൻ ജോലി കിട്ടും. CPOയുടെ കോൺസ്റ്റബിൾ തസ്തികയിലുള്ളവർക്ക് എഴുതുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. ഒരു ജോലി കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടോ? പിൻവാതിൽ നിയമനമല്ലേ? കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ഇദ്ദേഹം ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ ചെല്ലാം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഞാൻ അവിടുത്തെ HMC മെമ്പറാണ്. 100-ൽ പരം സ്റ്റാഫുകളെയാണ് അനധികൃതമായി അവിടെ തിരികെ കയറ്റിയിരിക്കുന്നത്. ഈ മുനിസിപ്പാലിറ്റി ഇല്ലെന്ന് പറയാൻ നിഷേധിക്കാൻ കഴിയുമോ? ഒരു വിവരാവകാശം ചോദിക്കട്ടെ. അല്ലെങ്കിൽ അതേപോലെ കേരളം മൊത്തം തിരികെ കയറ്റിയിരിക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയുണ്ടോ? PSCയെ നോക്കുകുത്തിയ, PSC റിപ്പോർട്ട് ചെയ്യുന്നില്ല, വേക്കൻസി റിപ്പോർട്ട് ചെയ്യാതെ അവിടെ എല്ലാം ഈ സഹാക്കന്മാരെ തിരികെ കയറ്റുന്നു. അവിടെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം പുറത്തു വന്നതാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവിടെ ഒരു സുഗതൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് മരിച്ചു. ഇവിടെ പത്തനാപുരത്ത്. എന്തിനാണ്? പ്രവാസിയാ. അദ്ദേഹം ഇവിടെ വന്നൊരു സംരംഭം തുടങ്ങിയപ്പോൾ CPIക്കാരുടെ പീഡനത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇതിനൊക്കെ ഇവർ മറുപടി പറയേണ്ടത്. ഇവർ ഒരു സപ്ലൈകോ, ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നത്, കൊട്ടാരക്കരക്കാരുടെ മന്ത്രിയായിരുന്നു ശ്രീ E. ചന്ദ്രശേഖരൻ. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അദ്ദേഹം തുടങ്ങിയ മാവേലി സ്റ്റോർ, അദ്ദേഹം തുടങ്ങിയ സപ്ലൈകോ ഇന്ന് എന്തിയെ? അവിടെ എല്ലാം സബ്സിഡി സാധനങ്ങളുണ്ടോ? പട്ടിണിയിലെ ജനം. ഇന്ന് ഈ പട്ടിണി മാറുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്നിവിടെ സംസ്ഥാനത്തും അതേപോലെ കേന്ദ്രം ഇങ്ങോട്ട് പൈസ കൊടുക്കുന്നുണ്ട്. ആ പൈസ കൊണ്ടാണ് ഇന്ന് ജീവിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്, ആ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ്. ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഗുണമായി ഇന്ന് പട്ടിണിയില്ലാ പോകുന്നത്. പെൻഷൻ ഉണ്ടോ? സാമൂഹ്യ പെൻഷൻ 7 മാസം കുടിശ്ശിക. ഇപ്പൊ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിലായിട്ട് 2 കുടിശ്ശിക കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ തട്ടിപ്പല്ലേ? കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്രത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ സംഭാവനയാണ്. അത് കൃത്യമായി ഇപ്പൊ അടിക്കടി വർദ്ധിക്കുന്നതും ഇവരെന്തിനാ പറയുന്നത്? ഇതൊക്കെ എന്തിനാ ഇവര് പറയേണ്ട കാര്യം? മൻമോഹൻ സിംഗിന്റെ കാലത്ത് വന്നതൊക്കെ നമുക്കറിയാം. എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഒരു ഡമ്മി ഇരുന്ന് ഭരിച്ച സംഭവമൊക്കെ നമുക്കറിയാം. അതുപോലെ അല്ലല്ലോ ഇപ്പോഴത്തെ സാഹചര്യം. ഇപ്പൊ ലോകാരാധനായിട്ടുള്ള നരേന്ദ്രമോദി ലോകം അംഗീകരിക്കുന്ന നേതാവാണ്. ഒരു കാര്യം പറയട്ടെ, ഞാൻ സംസ്ഥാന സർക്കാരിന്റെ കാര്യം പറയും. ഇവിടുത്തെ കൊട്ടാരക്കരയുടെ കാര്യം സംസാരിക്കുമ്പോൾ തന്നെ MP ആണല്ലോ. നാട്ടിലെ ജനങ്ങളുടെ കുടിവെള്ളം എത്തിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ അയാൾ കാണിക്കണമല്ലോ. ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വെച്ച് അമൃത് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ നഗരസഭ 2-3 കൊല്ലം കൊണ്ട് ഇവിടെ ആലോചിക്കുന്നുണ്ട്. അമൃത് കുടിവെള്ള കേന്ദ്ര പദ്ധതിയാണ്. അമൃത് പദ്ധതിയിലൂടെയാണ്.
ഇതുവരെ 2-2.5 വർഷമായിട്ട് ഇതുവരെ അവിടെ അടിയാണ്. നേരത്തെ മുൻ ചെയർമാൻ ഇരുന്നപ്പോഴും കോൺഗ്രസ് പാർട്ടിയും ഇവർ LDF തമ്മിൽ വസ്തു വാങ്ങിക്കുന്ന കാര്യത്തിൽ പോലും വീതം വെക്കാനുള്ള അഴിമതിയുടെ സംഭവമാണ് നടക്കുന്നത് അവിടെ. ഇതുവരെ ഒരു കുടിവെള്ള പദ്ധതിക്ക് വസ്തു ഏറ്റെടുക്കാൻ പോലും ഇവർ കഴിഞ്ഞിട്ടില്ല. ഏതാ നഗരസഭ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അതുപോലെ ഹെൽത്ത് വെൽനസ് സെന്റർ, കേന്ദ്രം പൈസ കൊടുക്കുന്ന ഹെൽത്ത് വെൽനസ് സെന്റർ, അതും 2 വർഷക്കാലമായി ഫണ്ട് വന്നത്. ഇപ്പോൾ തൃക്കണ്ണമംഗലം ഒരെണ്ണം ഉദ്ഘാടനം കഴിഞ്ഞു, പക്ഷേ അവിടെയും പ്രവർത്തനം സജ്ജമായിട്ടില്ല. അതുപോലെ മുസ്ലിം സ്ട്രീറ്റിലാണ് അടുത്ത ഹെൽത്ത് വെൽനസ് സെന്റർ വരേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഒരു MP-ക്ക് നഗരസഭയുടെ വഴിയാ ചെയ്യുന്നെങ്കിൽ പോലും MP-ക്ക് ഇതിനകത്ത് കൃത്യമായി ഇടപെടാൻ സാധിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടിയിലും ഉണ്ടാവുന്നില്ല. ഈ ഇടതുപക്ഷത്തിൻ്റെ നഗരസഭയുടെ ഭരണകൂടവും ഈ MP ഒക്കെ ചേർന്നുകൊണ്ട് വ്യക്തമായ അഴിമതി. ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ഇവർ തമ്മിൽ ധാരണയുണ്ട്. MP കൊടിക്കുന്നിൽ സുരേഷ് അത് ആജീവനാന്തം, അത് CPM ആണ്. CPI ആണ് മത്സരിക്കുന്നത്. CPM നല്ല രീതിയിൽ കൊടിക്കുന്നിൽ സുരേഷ് വോട്ട് മറിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല, വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ധാരണയുണ്ട്. കൊട്ടാരക്കര MLA വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ MLA, CPM-ന്റെ MLA നിങ്ങൾ സഹായിക്കണം. അതുപോലെ MP വരുമ്പോൾ കൊടിക്കുന്നിൽ ഞങ്ങൾ സഹായിക്കും. ഇതാണ് CPM-ഉം കോൺഗ്രസ് തമ്മിലുള്ള ധാരണ. അത് വ്യക്തമാണ്. ഈ കൊട്ടാരക്കരയിലെ മുനിസിപ്പാലിറ്റിയിൽ 5 സീറ്റ് LDF നഷ്ടപ്പെട്ടു, അവിടെ BJP ജയിച്ചത്. അന്തർധാരയാണെങ്കിൽ അവിടെ കോൺഗ്രസ് അല്ലേ ജയിക്കുന്നത്? 5 സീറ്റില് BJP 2 ചെയർമാൻമാർ ജയിച്ച വാർഡ് ഉൾപ്പെടെ BJP ജയിച്ചു. അപ്പൊ അത് ആരാ സഹായിച്ചെന്നുള്ളത്? മുൻ ചെയർമാൻ, മുൻ മുനിസിപ്പാലിറ്റി ഞാൻ പറഞ്ഞതല്ല, കുടിവെള്ളത്തിന്റെ കാര്യം പറഞ്ഞു. അത് അനീഷ് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ഒരു അഭിപ്രായം, ജലജീവൻ മിഷനുണ്ട്. പണ്ട് രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയായിരുന്നു UPA ഗവൺമെൻറ് ഇരുന്നപ്പം. അതാണ് പെരുങ്കുളത്തൊക്കെ ടാങ്കുള്ളത് നിങ്ങൾക്കറിയാം. കുളക്കട, പവിത്രേശ്വരം എല്ലാം അതിൽ നിന്നാണ് വെള്ളം പോകുന്നത്. അതേപോലെ തലവൂര്, പട്ടാഴി, വടക്കേക്കര, മൈലം ജലജീവൻ മിഷൻ്റെ പദ്ധതിയാണ്. ഇതിനൊക്കെ ടാപ്പ് കൊടുക്കുന്നത്, വീട്ടിലേക്ക് ടാപ്പ് കൊടുക്കുന്ന കണക്ഷൻ മാത്രമേ പഞ്ചായത്തിന് അധികാരമുള്ളൂ. ആ ടാപ്പ് കൊടുക്കുന്നത് മൈലത്തും എല്ലാം കൊടുത്ത കിഫ്ബി വഴി, കിഫ്ബി അത് ഇടതുപക്ഷം കൊടുത്താണ് വീട്ടിലേക്കുള്ള കണക്ഷൻ. പക്ഷേ ടാങ്ക് വെച്ചതും വലിയ പൈപ്പ് ഇട്ടതും അവിടെ വെള്ളം ടാങ്കിൽ എത്തിക്കുന്നതും ജലജീവൻ മിഷൻ്റെ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടാണ്. അമൃതിൻ്റെ കാര്യം പറഞ്ഞു, നഗരസഭകൾക്ക് മാത്രമേ അമൃത് പദ്ധതി ഉള്ളൂ. കൊട്ടാരക്കരയിൽ അമൃത് പദ്ധതി പൈസ കൊടുത്തു. ഞാൻ ദിശ, അതായത് കൊല്ലം ജില്ലയിലെ ദിശ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ചെയർമാൻ NK പ്രേമേന്ദ്രനാണ്. ഞാനാണ് മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി പോകുന്നത്. ആ ദിശ മീറ്റിങ്ങിൽ ഇതിൻ്റെ എല്ലാം കണക്കുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ആ ദിശ മീറ്റിംഗ് നിങ്ങൾക്ക് PD, അതായത് പ്രോജക്ട് ഡയറക്ടർ ദിശയുടെ കൊല്ലം കളക്ടറേറ്റിലുള്ള ഉദ്യോഗസ്ഥനെ വിളിച്ച് ചോദിച്ചാൽ അറിയാൻ പറ്റും. കുന്നത്തൂർ മണ്ഡലത്തിലെ മിക്ക പഞ്ചായത്തുകൾ, ഈ കൊട്ടാരക്കര അസംബ്ലി മണ്ഡലത്തിലെ പത്തനാപുരത്ത്, പിറവന്തൂര്, അതേപോലെ വിളക്കുടി തുടങ്ങിയിടത്തെല്ലാം ഈ ജലജീവൻ മിഷന്റെ ഇവർക്ക് ഈ സംസ്ഥാന ഗവൺമെന്റിന് ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ കഴിയും? ഒരു നോക്കൂത്തിയായി മാറി ആ വകുപ്പ് തന്നെ, ഒരു നോക്കൂത്തിയായി മാറി. പണ്ട് താലൂക്കിൽ നിന്ന് വെള്ളം കൊണ്ട് കൊടുക്കുമായിരുന്നു, ഇപ്പൊ വെള്ളം കൊടുക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ നോക്കണം, കൊട്ടാരക്കരയിൽ മൊത്തം വെള്ളം എടുക്കുന്നത് പെരുങ്കുളത്തെ ടാങ്കിൽ നിന്നാ. നിങ്ങൾക്ക് പോകുമ്പോൾ കാണാം, രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയാ, അതിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അപ്പൊ അത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഞാൻ ഇത് ഓരോ കാര്യങ്ങൾ വിവരിക്കാതിരുന്നാൽ നിങ്ങളുടെ മണിക്കൂറുകൾ വേണ്ടി വരും. വികസന പ്രവർത്തനങ്ങൾ ഞാൻ കൊടുക്കുന്ന സുരേഷിന്റെ, ഞാൻ അതുകൊണ്ട് എല്ലാത്തിലേക്കും കിടക്കുന്നില്ല. എനിക്കൊരു കാര്യങ്ങൾ പറയാനുണ്ട്. അന്തർധാര ആരുമായിട്ടും നല്ല ധാരണയുണ്ട്, പകൽ പോലെ വ്യക്തമാണ്. BJP കോൺഗ്രസ് തമ്മിലാണ് അന്തർധാരയുള്ളതല്ല. എവിടെയായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ? അങ്ങനെയാണ് ഇപ്പോൾ 2 തവണ ശങ്കര സുരേന്ദ്രൻ ജയിച്ചിട്ടുണ്ടല്ലോ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേണും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേണും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേണും തമ്മിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇടതുപക്ഷം കൂടുതൽ രാഷ്ട്രീയമായി ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം ചുമ്മാതെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പോലും അതിനേക്കാൾ മികച്ച രീതിയിൽ സംഘടനാപരമായി ഇടപെട്ട് പാർലമെൻറ്റ് ഡിവിഷനിൽ മത്സരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് മാവേലിക്കരയാകെ നേതൃത്വം കൊടുക്കുന്നത് CPIM ആണ്. എനിക്ക് വ്യക്തമായി ആധികാരികമായി അത് പറയാൻ കഴിയും. പറയുന്ന ഒരു അന്തർധാരയില്ല. ഇതിങ്ങനെ പറഞ്ഞ് ചില തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാക്കി നിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. അത് ഈ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിലെ ലെഫ്റ്റ് മാസിന് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ് നേതാവ് പറഞ്ഞു വിലക്കയറ്റം, അഴിമതി, ഇതെല്ലാം പറഞ്ഞു. മാവേലി സ്റ്റോറുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. എന്തായാലും അദ്ദേഹം ചന്ദ്രശേഖരൻ നായരെ ഇപ്പോൾ അനുകൂലിച്ചത് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. കാരണം അന്ന് മാവേലി സ്റ്റോർ തുടങ്ങിയപ്പോൾ വാമനൻ സ്റ്റോർ നടത്തിയ ആളുകളാണ് ഈ പറയുന്നത്. അതിനെ രാഷ്ട്രീയമായി എതിർത്ത് അതിനെ നോക്കിയ ആളുകളാണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് അതിനും ഈ മാവേലി സ്റ്റോറിനെ മാറ്റാൻ വേണ്ടി വേറെ കുറെ സ്റ്റോർ തുടങ്ങിയായിരുന്നു. ഇപ്പൊ അവിടെ എന്തോ ഉണ്ടെന്ന് നോക്കിക്കോണം, അവിടെ ഒന്നും അത് സാധനമില്ല, ഒന്നുമില്ല. എന്നാൽ മാവേലി സ്റ്റോറുമായി ബന്ധപ്പെട്ട്, സപ്ലൈകോയുമായി ബന്ധപ്പെട്ട്, പെൻഷനുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായ ഒരു ക്രൈസിസ് ലെഫ്റ്റ് ഗവൺമെന്റ് നേരിടുന്നു. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് GST നടപ്പിലാക്കിയപ്പോ ഈ കേരളത്തിലെ ധനകാര്യ വകുപ്പിന് ലഭിക്കേണ്ട നികുതി വിഹിതം എല്ലാം നേരിട്ട്
കേന്ദ്ര ഗവൺമെന്റിലേക്ക് പോയി. അവിടുന്ന് നമുക്ക് തരേണ്ട വിഹിതം കൃത്യമായി തരുന്നില്ല. ഏതാണ്ട് 63,000 കോടി രൂപയോളം തരാനുള്ളത് നമ്മൾ ചോദിച്ചിട്ട് തന്നിട്ടില്ല. കേരളത്തിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യാൻ പോയി. ആദ്യം പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു, ഓക്കെ എന്ന് പറഞ്ഞു. KPCC ആസ്ഥാനത്ത് പോയിട്ട് പിന്നെ ഒന്ന് പറഞ്ഞു ഒക്കത്തില്ലെന്ന് പറഞ്ഞു. നമ്മൾ സമരം ചെയ്തു. കേരളത്തിലെ ഗവൺമെന്റ്, മുഖ്യമന്ത്രി അടക്കം ഡൽഹിയിൽ പോയി സമരം ചെയ്തു. മന്ത്രിമാരും MP മാരും MLA മാരും അല്ല, കേരളത്തിലെ കോൺഗ്രസ്സുകാർ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ കേന്ദ്രത്തിൽ സിദ്ധരാമയ്യ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവിടെ വന്ന സമരത്തിനോട് ഐക്യപ്പെട്ടു. ഒരുപാട് പേർ. കേരളത്തിൽ ഇവർ മിണ്ടിയില്ല. ശ്രീ കൊടിക്കുന്ന് സുരേഷ് ഇവിടുന്നുള്ള MP ആണ്. ഇവിടുത്തെ രാഷ്ട്രീയമായ വിരോധം വന്നോട്ടെ, തർക്കമൊന്നുമില്ല ഞങ്ങൾക്ക്. പക്ഷെ സാമ്പത്തികമായ ഒരു ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ പാർലമെന്റിൽ ഇന്നിച്ച് ഈ കൊടുക്കേണ്ട വിഹിതം ന്യായമായി കൊടുക്കണമെന്ന് ഒരു വരി പോലും പാർലമെന്റിൽ മിണ്ടിട്ടില്ല. ശ്രീ കൊടിക്കുന്ന് സുരേഷ്, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് താങ്കൾ പറയും. മിണ്ടിട്ടില്ല. എന്നിട്ട് അതും പോരാ, ഇപ്പൊ ഇവർ പറയുന്നല്ലോ ഇതെല്ലാം നമ്മൾ അവസാനം സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള പൈസ കൊടുക്കണം. ആ പൈസ വന്നു. ആ പൈസ വന്നപ്പോൾ പെൻഷൻ കൊടുത്തു. അത് കേന്ദ്ര ഗവൺമെന്റ് ഔദാര്യമല്ല, നമുക്ക് കൊടുത്ത നമുക്ക് ലഭിക്കേണ്ട ന്യായമായ വിഹിതം അത് നമുക്ക് തിരിച്ചു കിട്ടി. നമ്മൾ പെൻഷൻ കൊടുത്തു. നിങ്ങൾ സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് വരൂ. ഞാൻ വെല്ലുവിളിച്ച് പറയാം, BJPയുടെ കോൺഗ്രസിനെ പുറത്ത് വിട്ടിരിക്കുന്നല്ലോ. 7 വർഷം 13 ഇനങ്ങൾക്ക് സബ്സിഡി ഇല്ലാതെ കേരളത്തിൽ മാവേലി സ്റ്റോർ സപ്ലൈകോയ് വഴി കൊടുത്ത UDF കോൺഗ്രസോ BJP ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം ഈ ഇന്ത്യയിൽ എവിടെയെങ്കിലും കാണുമോ? കാണത്തില്ല. അത് ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന അല്ല. നിലവിലെ കാര്യം പറയാം. നിലവിൽ നിങ്ങളിപ്പോ ഏത് മാവേലി സ്റ്റോറിൽ ചെല്ലേ, മാവേലി സ്റ്റോർ സാധനമുണ്ട് ചെല്ലേ. ഞാൻ അഭിലാഷന്റെ കൂടെ വാ, അങ്ങോട്ട് പോകാൻ പള്ളിക്ക് വഴിയാണല്ലോ പോന്നെ. മാവേലി സ്റ്റോറിൽ കയറാം. അഭിലാഷിന് ആവശ്യമുള്ള സാധനം ഞാൻ മേടിച്ചുതരാം. അവിടെ അഭിലാഷിന് കിട്ടിയില്ലെങ്കിൽ എവിടെ കൊണ്ടുതരാം. അവിടെ ഞാൻ വരാം. അഭിലാഷിന്റെ കൂടെ വരൂ. നമ്മൾ മുഖ്യമന്ത്രി പറയുന്നത് പെൻഷൻ കൊടുക്കുന്ന സർക്കാരിന്റെ ഔദാര്യമാണെന്ന്. ഇത് എങ്ങനെ ഔദാര്യമാവും? ഈ പെൻഷൻ കോൺഗ്രസിന്റെ പ്രതി പറഞ്ഞല്ലോ പെൻഷന്റെ കാര്യം. ഉമ്മൻചാണ്ടി ഭരിച്ചിട്ട് ഇറങ്ങിപ്പോയപ്പോ 18 മാസത്തെ കുടിശ്ശിക വെറും 600 രൂപയുള്ള കൊടുക്കാതെ ഇറങ്ങിപ്പോയ ആളിന്റെ പ്രതിയാണ്. കേന്ദ്ര സർക്കാരാണ് സാമ്പത്തികമായി കേരളത്തിന് കൊടുക്കേണ്ട പൈസ അതിന്റെ രേഖ വ്യക്തമായി വിലക്കയറ്റം പറഞ്ഞു. ഇപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഇനി തൊഴിലില്ലായ്മയുടെ കാര്യം പറഞ്ഞു. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാതെ ഉമ്മൻചാണ്ടി ആന്റണി ഗവൺമെന്റ് കേരളത്തിൽ അത് നേരത്തെ കൊടുത്തോളാം. 2,45,000 ചെറുപ്പക്കാർക്ക് കേരളത്തിൽ PSC വഴി നിയമനം കൊടുത്ത രാജ്യത്തെ ഏക ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. കേരളത്തിൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ എണ്ണം കൂടുതലാണ്. ഇതര മറ്റ് സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസമില്ല, പള്ളിക്കൂടത്തിൽ വിടത്തില്ല. കേരളത്തിൽ സാമ്പത്തികമായി അവരെ നന്നായി പഠിപ്പിക്കാൻ പ്രാഥമിക വിദ്യാഭ്യാസം അടക്കം കൊടുത്ത് സെക്കൻഡറി തല വിദ്യാഭ്യാസം കൊടുത്ത് കൊണ്ടുവന്നതിന്റെ ഭാഗമായി ചെറുപ്പക്കാരുണ്ട്. ഇപ്പൊ ഈ കേരളത്തിലുള്ള എല്ലാ ചെറുപ്പക്കാർക്കും തൊഴിൽ കൊടുക്കാൻ സർക്കാരിന് സാധിക്കും? ഇല്ല. അപ്പൊ അവർ ചില ന്യായമായ പ്രതിഷേധങ്ങളുണ്ട്, ഇല്ലെന്നും ഞാൻ പറയത്തില്ല. ആ ന്യായം അവർക്കുള്ള തൊഴിൽ ലഭിക്കാതെ വരുമ്പോ അവർ ന്യായമായ സമരം. പിന്നെ ഇദ്ദേഹം പറഞ്ഞു, ഇതാ ഈ കേരളത്തിലേക്ക് പറയുന്നുണ്ടല്ലോ, മോഡി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 2014 ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എത്ര പേർക്ക് കൊടുത്തെന്ന് കോൺഗ്രസിന്റെ നേതാവ് ഒരു വരി മിണ്ടിയോ? മിണ്ടത്തില്ല. പിന്നെ പിന്നെ അദ്ദേഹം പറഞ്ഞു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ എത്ര രൂപ കൊടുക്കുന്നേ, മറ്റ് സംസ്ഥാനങ്ങളിൽ എത്ര കൊടുക്കുന്നേ, കേരളത്തിന്റെ വിഹിതം എത്ര? അത് പിന്നെ കൊണ്ടുവന്നതിന്റെ പിതൃത്വത്തിന്റെ തർക്കപോണിനേക്കുന്നു. ഞാൻ സാമാന്യമായ ലളിതമായ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. 1ാം UPA ഗവൺമെന്റിന് ഇടതുപക്ഷം പുറത്തുനിന്ന് പിന്തുണ കൊടുത്തപ്പോൾ കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെച്ചതാണ് ഈ രാജ്യത്ത് ഒരു കുടുംബത്തിന് തൊഴിൽ കൊടുക്കണമെന്ന. നിങ്ങൾ എടുത്തു നോക്ക്, ചിരിക്കാനല്ല, കോമൺ മിനിമം പ്രോഗ്രാം എടുത്തു നോക്ക്. അതിന്റെ ഭാഗമായി 1ാം UPA ഗവൺമെന്റ് ഇടതുപക്ഷം കൂടെ പിന്തുണ കൊടുത്ത ഗവൺമെന്റ് രാജ്യത്ത് നടപ്പിലാക്കിയാണ്. കോൺഗ്രസ് ഗവൺമെന്റ് ഞങ്ങൾ കൊടുത്ത മിനിമം പ്രോഗ്രാമിന്റെ ഡേറ്റ ജനങ്ങൾക്ക് അറിയാം. അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം. എന്നാൽ 2ാം UPA ഗവൺമെന്റ് വന്നല്ലോ, കോൺഗ്രസ് ഒറ്റയ്ക്ക് വന്നല്ലോ. മഹാത്മാഗാന്ധി നിർത്തിയോ? അല്ല, നിർത്തിയെന്ന് ഞാൻ പറഞ്ഞില്ല. അതേപോലെ ജനക്ഷേമപരമായി ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കിയോ? പറയട്ടെ.
രണ്ടാം UPA സർക്കാരൊക്കെ ഇവിടെ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ഇതിപ്പോ ഈ നാടിന് വേണ്ടി ഇടതും വലതും ഒന്നും ചെയ്യുന്നില്ല. എല്ലാം കേന്ദ്രമാണ്, പൂർണ്ണമായും കേന്ദ്രത്തിന്റെ അണ്ടറിലാണ് ഇപ്പോ ഇവിടെ കേരളം കടക്കണിയിലാക്കിയതാണ്. നിങ്ങൾ പ്ലാനിംഗ് കമ്മീഷൻ ഒഴിവാക്കി നിങ്ങൾ കൊണ്ടുവന്നതാണല്ലോ നീതി ആയോഗ് ആണല്ലോ, മോഡി സർക്കാർ കൊണ്ടുവന്നാണല്ലോ. അതിന്റെ ഡേറ്റ അനുസരിച്ച് വിദ്യാഭ്യാസം രാജ്യത്ത് ഒന്നാമത് നിൽക്കുന്ന കേരളം ആണല്ലോ. എല്ലാ കേരളത്തിലും ഗരീബ് അന്ന യോജന പദ്ധതിയിലൂടെ എത്ര ആൾക്ക് 80 കോടി ഓരോ പദ്ധതികൾ പറയാൻ ഞാൻ ഇന്നും ഉജ്ജ്വൽ യോജന കണക്ഷൻ, ഗ്യാസ് കണക്ഷൻ, BMA വീട് നൽകിയിട്ടുണ്ട്. വിശ്വകർമ്മ യോജനയിലൂടെ വിശ്വകർമ്മ സമുദായത്തിന് വലിയൊരു കേന്ദ്ര സർക്കാർ വഴിയോര കച്ചവടക്കാർക്ക് പോലും വായ്പാ സൗകര്യങ്ങൾ, നൂറുകണക്കിന് പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ വികസന പ്രവർത്തനങ്ങൾ പറയാനാണെങ്കിലും എതിരാണെങ്കിലും ഒരുപാടുണ്ട്. ഈ 3 പേര് തന്നെ ചർച്ച ചെയ്തപ്പോൾ തന്നെ ഇഷ്ടം പോലാണ്. അപ്പോൾ അതിനെയും ആകെ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇനി ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഇത് നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്. UDF സ്ഥാനാർത്ഥി എത്ര വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കൊട്ടാരക്കര മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നത്? കൊട്ടാരക്കര അസംബ്ലി മണ്ഡലത്തിൽ ഞങ്ങൾ 10,000 വോട്ടിലിരിക്കും. 10,000 വോട്ടിൽ എന്തൊക്കെയാണ്? എന്നാൽ പ്രധാനമായിട്ടൊരു കാര്യം, ഈ നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഈ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ 30 വർഷമായി ഇവിടെ താമസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ MP ഓഫീസിൽ ആർക്കും വരാം. അവിടെ ഏരിയ സെക്രട്ടറിയുടെ കത്ത് വേണ്ട, ബ്രാഞ്ച് സെക്രട്ടറിയുടെ കത്ത് വേണ്ട. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ പാർലമെന്റ് വരുമ്പോൾ സുരേഷ് 2 MP ഓഫീസുള്ള ചങ്ങനെ ഞാൻ ഇപ്പോൾ ഇവർ പറഞ്ഞല്ലോ പാർലമെന്റ് വരുമ്പോൾ കൊടിക്കുന്ന് സുരേഷിനെ CPM സഹായിക്കും, അല്ലെങ്കിൽ മറ്റേ BJP സഹായിക്കും. ഇത് ഇവരുടെ ആരുടെ സഹായമല്ല. ഇത് ജനങ്ങൾ നിഷ്പക്ഷരായ BJPക്കാരും CPMകാരും LDFകാരും അത് കൊടിക്കുന്ന് സുരേഷ് വോട്ട് ചെയ്യുന്നത് വെച്ചാൽ ഓടി വന്നാൽ ഒരു കത്തെങ്കിലും കൊടുക്കാൻ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ശുപാർശ വേണ്ട. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഓഫീസാണ്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ നിയോജകമണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വോട്ട് വളരെ ഭൂരിപക്ഷത്തോടെ കിട്ടും. പിന്നെ ഇവിടെ അനുഭവ സമ്പത്തും പ്രവർത്തന മികവും ഒരു ഇതാണ്. ഇവർ പറഞ്ഞ് പുതിയ യുവം വരട്ടെ ഇതാകട്ടെ. പക്ഷേ ഇദ്ദേഹത്തെ ഞാൻ വ്യക്തിപരമായി ആരോപിക്കുകയല്ല. ഇവർ ഒറ്റ കാര്യത്തിൽ ഇദ്ദേഹം മറുപടി പറയണം. അല്ല, ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യമാണ് ഈ അടുത്ത സമയത്ത് നമ്മൾ ഈ ആർഷോ, അതായത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഈ സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായി. നിങ്ങളെല്ലാവരും കണ്ടതാണ്. അതിനകത്ത് നമ്മളൊരു ഒരു പെങ്കൊച്ച് ഇവരുടെ AIFന്റെ നേതാവ് നിമിഷ രാജുവിനെ SFIക്കാർ ചാടി അടിവയറ്റിലും ചവിട്ടി മാറത്ത് വരെ ആക്രമിച്ച ഒരു സംഭവമുണ്ട്. അന്ന് AIFന്റെ നേതാവും AIFന്റെ പ്രസിഡന്റ് യുവജന നേതാവാണല്ലോ ഈ നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹം ആശയെ വിളിച്ച് ആളിയ ഇത് ചെയ്തത് തെറ്റായെന്നെങ്കിലും പറഞ്ഞ് അത്രയെങ്കിലും ഒന്ന് പറയാനുള്ള ഒരു സാധ്യത അദ്ദേഹം കാണിച്ചു. ഏതെങ്കിലും ASFN അത് പ്രതികരിച്ചോ? അപ്പൊ യുവത്വം പറയുമ്പോൾ സഹപ്രവർത്തകർക്കുണ്ടായ ബുദ്ധിമുട്ടി പോലും ഇടപെടാതിരുന്നത്, കർഷകർക്ക് വേണ്ടി രണ്ടിനും പറയാമല്ലോ. ഇതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കുന്നത് പറയുന്നത്. അല്ല, അദ്ദേഹം പറഞ്ഞ ആർഷോയുമായി ബന്ധപ്പെട്ട MG യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട തർക്കം, അതായത് നിമിഷ രാജു ASFന്റെ നേതാവാണ്. അവിടെ സംഘർഷം ഉണ്ടായി, കലാജയങ്ങളിൽ സംഘർഷം ഉണ്ടാവും. അത് KSU, ABVP, SFI എല്ലാവരും സംഘർഷം. ആര് സംഘർഷം ഉണ്ടാവില്ല. ഈ പറയുന്ന ആലപ്പുഴ തൊട്ടപ്പുറത്ത് പന്തളം കോളേജിലെ ആലപ്പുഴയിലെ നേതാവ് G സുധാകരന്റെ ചേട്ടൻ ഭുവനേശ്വരനെ തല്ലിക്കൊന്ന് താഴെയിട്ട കാര്യം നമുക്കറിയാം. അത് പോട്ടെ. അല്ല, ഞാൻ പറഞ്ഞു വരാം, വളരെ വ്യക്തമായി പറയാം. ഞങ്ങളുടെ സംഘടന എന്ന് പറഞ്ഞാൽ ഇത് കളക്റ്റീവ് ലീഡർഷിപ്പ് ആൻഡ് കളക്റ്റീവ് ഫംഗ്ഷനിങ് എന്നാണ് ഞങ്ങളുടെ സംഘടന. ഈ വാളെടുത്തവരൊന്നും വെളിച്ചപ്പാടല്ല. അന്ന് അരുൺ ASFന്റെ നേതാവല്ല. ഇദ്ദേഹം ഒരിടത്ത് പ്രസംഗിച്ച് ഞാൻ കേട്ട്. അന്ന് ASFന്റെ ഇപ്പോൾ അദ്ദേഹം ASF ഇട്ടിട്ട് വർഷങ്ങളായി. ഇപ്പോൾ AYFന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഇത് അറിയാതെയാണ്, ചിലപ്പോൾ അദ്ദേഹം തെറ്റിദ്ധരിക്കാൻ വർദ്ധമാനം പറയും. അതിന് വളരെ വ്യക്തമായി ASFന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് P. കബീർ ആർഷോ ചെയ്തത് തെറ്റാണെന്ന് മീഡിയാസിന് മുമ്പിൽ, മാധ്യമങ്ങളുടെ മുമ്പിൽ വളരെ വ്യക്തമായി കൊട്ടാരക്കര മണ്ഡലത്തിൽ ഇദ്ദേഹം പറഞ്ഞ ഇദ്ദേഹം 2-3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഏത് സമയം വിളിച്ചാലും വരും, ആരുടെ കത്ത് എന്തായാലും അതെല്ലാം കേരളം ഈ മാവേലി കൊട്ടാരക്കര ചർച്ച ചെയ്യട്ടെ. കൊട്ടാരക്കര കൊട്ടാരക്കര അത് ശോഭ MP ഓഫീസിൽ ചെല്ലുന്നതിന് MP ഓഫീസിൽ അല്ല, ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുത്താലേ ആ ജനപ്രതിനിധി ഏതായിരുന്നാലും കാണാൻ അവകാശം ജനങ്ങൾക്കുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാപരമായ രീതിയാണ്. അത് അങ്ങനെ പോകും, അതിനൊരു തെറ്റുമില്ല. അത് കുറച്ചുകൂടെ ഞങ്ങളുടെ മിഷണറീസ് ആണ്. അങ്ങനെ പോകാം, അങ്ങനെ പോകും, അല്ലാതെ പോകും. MP എന്ന നിലയിൽ നേരിട്ട് ഇടപെടുകയും ചെയ്യും. പക്ഷേ ഒരു ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ
പ്രദേശത്തെ പാർട്ടിയും കൂടെ അറിഞ്ഞു പോകണം എന്നുള്ള ഞങ്ങളുടെ സംഘടന വരെ അത് ഞങ്ങളുടെ രീതിയാണ്. ആ രീതിയൊന്നും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അതില്ലായിരിക്കാം. പക്ഷെ ഞങ്ങളുടെ ഇതിലേക്ക് വരും. ഞങ്ങൾ ഇവിടെ മികച്ച ഇപ്പൊ കൊട്ടാരക്കരക്കാരനാണ്. കൊട്ടാരക്കര ഇപ്പൊ അരുണ് ഈ ഈ പാർലമെന്റ് മണ്ഡലമായി അടുത്തുള്ള ആള് തന്നെയാണ്, അധികം ദൂരെയുള്ള ആളൊന്നുമല്ല. പക്ഷെ ശ്രീ കൊടിക്കുന്ന് സുരേഷ് ഇവിടെ 100 കിലോമീറ്റർ അപ്പുറത്താ അദ്ദേഹത്തിന്റെ ഞാൻ അവിടുന്ന് 1959 100 കിലോമീറ്റർ അപ്പുറത്തുള്ള ആൾ ഇവിടെ വന്ന് താമസിച്ചു. ഇവിടെ MP ആയതിനു ശേഷം ഇവിടെ വീട് വെച്ചു. തർക്കമൊന്നുമില്ല. അല്ല ഞാൻ പറയട്ടെ, അല്ല അദ്ദേഹം പറഞ്ഞു ഇവിടെ അടുത്തായതുകൊണ്ട് പറഞ്ഞ അടുത്തോ അനുഭവ സമ്പത്തോ ഒന്നും അല്ല ചർച്ച ചെയ്യുന്നത് ഈ നാടിന്റെ വികസനപരമായ പരിപ്രേക്ഷ്യയിൽ ഒരാൾക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. അതിന് ലെഫ്റ്റിനെ കഴിയുമെന്ന് കേരളത്തിലെ മാവേലിക്കരയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന് കർമ്മോത്സുകനായ വിദ്യാസമ്പന്നനായ ഈ നാടറിഞ്ഞ് ഇദ്ദേഹം പറഞ്ഞ് കുട്ടനാടെ കാര്യമൊക്കെ പറയാൻ ഒരുപാടുണ്ട്. ഞാൻ അതിനൊന്നും മറുപടിയില്ല. കാര്യം വ്യക്തമാണ് അതിന്റെ കാര്യം എന്തോ. ആ ഏത് വിഷയങ്ങളിലും ഇടപെടാൻ കഴിയുന്ന, പ്രളയം ഉണ്ടായപ്പോഴായിരുന്നു കുട്ടനാടായിരുന്നാൽ ഏത് വിഷയത്തിലും ഇടപെടാൻ കഴിയുന്ന ഒരു നല്ല ചെറുപ്പക്കാരനെ ഇവിടെ ഞങ്ങളുടെ കണക്കൂട്ടലിൽ ഒരു 14,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിക്കാൻ ആവശ്യമായ നിലയാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഈ മണ്ഡലത്തിൽ എതിലേക്കൂടെ പോയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തകനെങ്കിലും ഏത് കേന്ദ്രങ്ങളിലെങ്കിലും നിങ്ങൾക്ക് കാണാം. വോട്ട് കൊണ്ട് കുടം നിറയും, യാതൊരു സംശയവുമില്ല. ഇതിപ്പോ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞു ഈ നാട്ടിലെ ജനങ്ങളെ തികച്ചും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സംശയമില്ല. അയ്യപ്പ വിശ്വാസികൾ തുടങ്ങി ഇങ്ങോട്ട് പ്രളയമായാലും മറ്റ് ഇത് പെൻഷന്റെ കാര്യമായാലും ഇതുവരെ അക്കമിട്ട് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ സാധാരണക്കാരായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇടതുപക്ഷ സർക്കാർ. അതുപോലെ കോൺഗ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമ്മൾ ഒരു അധികാരമോഹിയായിട്ടുള്ള ഒരു MP, സത്യം പറഞ്ഞാൽ 40 വർഷം കേൾക്കുമ്പോൾ നമുക്ക് ഒന്ന് മാറിക്കൊടുക്കണ്ടേ? അധികാരമോഹ, സാമ്പത്തിക ലാഭം എത്ര കോടികളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, യാതൊരു സംശയമില്ല. ചെറ്റക്കുടിലെ മാണിക്യം എന്ന് പറഞ്ഞു വന്നിട്ട് കോടികൾ. എനിക്കൊന്ന് ഡൽഹിയിൽ എനിക്ക് വേണ്ടി ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കും. ഞങ്ങൾ പാവപ്പെട്ടവരാണ്. എനിക്ക് തോന്നുന്നു MP ഡൽഹിയിൽ എന്തോ ബിസിനസ് ഉണ്ട്. കാരണം ഡൽഹിയിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? പാർലമെന്റിൽ പോയിട്ട് ഒരു കാര്യം അവിടെ ഉറങ്ങാനല്ലാതെ ഈ സുരേഷ് ഒന്നും നടക്കത്തില്ല. അപ്പൊ ഡൽഹിയിൽ എന്തോ വലിയ വ്യവസായം തുടങ്ങിയിട്ടുണ്ടാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ പോകുമ്പോ അവിടെ കയറി രീതിയിലാണ്. ഈ നാട്ടിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവർക്ക് മനസ്സിലായി 40 വർഷമായിട്ട് ഒരു വികസനം നടത്താതെ മാവേലി, ഇപ്പൊ ജനങ്ങൾ സംസാരിക്കും മാവേലി MP മാവേലിയാണെന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ഇരുകൂട്ടർക്കും ഇരുകൂട്ടരുടെ അഴിമതിയും ജനങ്ങൾ ദ്രോഹിക്കുന്ന നിലപാട് ജനങ്ങൾ വ്യക്തമായി കഴിഞ്ഞു. അപ്പൊ അവർക്കറിയാം ഇവിടെ നിന്ന് NDA മുന്നണി പോയാലേ വികസനം ഉണ്ടാവൂ എന്ന് വ്യക്തമായി. നരേന്ദ്രമോദി പ്രതിനിധി പോയാലേ വികസനം ഉണ്ടാവും എന്ന് നാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ ഈ മണ്ഡലത്തിൽ നിയോജകമണ്ഡലത്തിലെ കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിൽ ഒരു 5,000 മുതൽ 7,000 വരെ ഭൂരിപക്ഷത്തിൽ നമ്മൾ ജയിക്കും. അപ്പോൾ കൃത്യമായ കണക്കുകൂട്ടലുകളാണ് ഓരോ മുന്നണികളും വെച്ച് പുലർത്തുന്നത്. ഭൂരിപക്ഷത്തെക്കുറിച്ച്, പ്രവർത്തനത്തെക്കുറിച്ച് ഒക്കെ ശരിയായ ധാരണ അവർക്കുണ്ട്. എന്തായാലും ഈ പ്രതീക്ഷകൾ ഒക്കെ പൂവണിമോ എന്നറിയാൻ 26-ാം തീയതി കഴിയണം. അതുകൊണ്ട് എല്ലാ ജനാധിപത്യ വിശ്വാസികളും മാവേലിക്കര മണ്ഡലത്തിലെ ഇലക്ഷൻ പ്രവർത്തനങ്ങളിലും വോട്ടെടുപ്പിലും പൂർണ്ണമായി സഹകരിക്കുകയും പങ്കെടുക്കുകയും വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചർച്ച ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ.